ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിഖ്ഹ് എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ പ്രാഥമികമായ ചില കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത്. അതിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ എവിടെയാണ് എന്ന് നമ്മൾ വിലയിരുത്തുന്നതിൻ്റെ ഒരു പേരാണ്, ഒരു ചുരുക്കപ്പേരാണ് യഥാർത്ഥത്തിൽ ഫിഖ്ഹ് എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഓരോരുത്തരും ഇഹ്തിസാബ് നടത്തേണ്ട, നമ്മളെ തന്നെ വിചാരണ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണിത്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ, കുറേ സംഭവങ്ങൾ ഓരോ സന്ദർഭത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കൊളീഗുകളുമായി ബന്ധപ്പെട്ട്, നമ്മളുടെ ക്ലാസ്, അതുപോലെ തന്നെ ക്യാമ്പസ്, വേറെ എവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പല സ്ഥലത്തായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളിലും എവിടെയാണ് അള്ളാഹുവിൻ്റെ വിധിയെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ നമ്മൾ വെച്ചിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ അടിസ്ഥാനപരമായി ആലോചിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഫിഖ്ഹ് എന്നുള്ളതിനെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഇതിൽ കുറച്ചുകൂടി നമ്മൾ മദ്ഹബുകൾ, ഇമാമുമാർ, അവരെ കുറിച്ചുള്ള ചില ചെറിയ പരിചയപ്പെടുത്തലുകളാണ് നടത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലയിൽ ഞാൻ സൂറത്ത് തൗബയിലെ 122 ആയത്താണ് നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. അപ്പോൾ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം തൊബരി അടക്കമുള്ള, ഇമാം ഇബ്നു കസീർ അടക്കമുള്ള എല്ലാ മുഫസ്സിരീങ്ങളും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് കടക്കാം. ഈ ആയത്തിൻ്റെ അർത്ഥം വിശ്വാസികൾ എല്ലാവരും കൂടി ഒരു സൈനിക നടപടിക്ക് ഇല്ലെങ്കിൽ ഒരു സൈനിക യുദ്ധത്തിന് പുറപ്പെടരുത്. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ. അങ്ങനെ എല്ലാവരും കൂടി വിശ്വാസികൾ യുദ്ധത്തിന് പുറപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ആളുകളെങ്കിലും തഫഖഹു ഫിദ്ദീൻ, ദീനിൽ ഫിഖ്ഹ് നേടാൻ വേണ്ടി മാറിയിരിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ലിയതഫഖഹു ഫിദ്ദീൻ, അതായത് ദീനിൽ ഫിഖ്ഹ് നേടാൻ വേണ്ടി മാറി നിൽക്കേണ്ടത്. ഇതാണ് നമ്മൾ പറയുന്ന ഫിഖ്ഹ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിഖ്ഹിന്റെ ആവശ്യം എന്താണെന്നുള്ളതാണ് പിന്നീട് പറയുന്നത്. വലിയുന്ദിറു കൗമഹും ഇദാ റജബു. ആ ഫിഖ്ഹിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ വലിയുന്ദിറു കൗമഹും, അവരുടെ സമൂഹത്തെ താക്കീത് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഫിഖ്ഹ് നേടുന്നത്. ഇദാ റജബു, അവരിലേക്ക് മടങ്ങിയെത്തുമ്പോൾ, അതായത് യുദ്ധമൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവരെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ കുറിച്ച്, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ലഅല്ലഹും യഹ്ദറൂൻ. ഈ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിശ്വാസികളുടെ ഈ ഒരു സമൂഹം സൂക്ഷ്മതയുള്ള ആളുകളായേക്കാം, സൂക്ഷ്മത പുലർത്തുന്നവരായേക്കാം എന്നാണ് ഈ ഒരു ആയത്തിൽ പറയുന്നത്. അപ്പൊ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷമുള്ള കാലത്ത് എല്ലാവരും കൂടി ഒരുപോലെ യുദ്ധത്തിന് പുറപ്പെടുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്നുവരെ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ആയത്തിന്റെ തന്നെ ഒരു വിശദീകരണം എന്നുള്ള അർത്ഥത്തിൽ ഇമാം ഗസാലി ഇഹ്യാ ഉൽമുദ്ദീനിൽ ചേർക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സമൂഹത്തിൽ ഒരു സംഘം ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെന്ന്, ഒരു മഹല്ല് പോലുള്ള ഒരു സ്ഥലത്ത് ഒരു സമൂഹത്തിൽ കുറച്ച് ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, വിശ്വാസികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ വിശ്വാസികളിൽ നിന്ന് കുറച്ച് പ്രതിനിധികളെങ്കിലും ദീനിൽ അവഗാഹം നേടുകയും അങ്ങനെ ഫിഖ്ഹ് നേടുകയും ആ ഫിഖ്ഹ് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന കഴിവുള്ള ആളുകളും ഉണ്ടാവുക, അങ്ങനെ അവരെ പഠിപ്പിച്ച് വളർത്തുക എന്നുള്ളത് ഇവരുടെ ഫർദ് കിഫായയാണ് എന്ന് പറയുന്നുണ്ട്. ഫർദ് കിഫായ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫർദ് കിഫായ, ഫർദ് ഐൻ എന്ന് പറഞ്ഞിട്ട് 2 ഫർദുകളുണ്ട്. നമുക്ക് അറിയാവുന്നതാണ്, മിക്കവാറും ആളുകൾക്ക് അറിയാവുന്നത് തന്നെ ആയിരിക്കും. ഫർദ് ഐൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, 5 നേരത്തെ നമസ്കാരം, ഇങ്ങനെയുള്ള സംഗതികൾ, അത് ഫർദ് ഐനാണ്. ഓരോരുത്തരും അത് ചെയ്യണം, ഓരോരുത്തരുടെ ശരീരത്തിനും, അതായത് ഓരോ വ്യക്തിക്കും അത് നിർബന്ധമാണ്. അങ്ങനത്തെയാണ് ഫർദ് ഐൻ എന്ന് പറയാം. ഫർദ് കിഫായ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു സമൂഹത്തിന് ആ സമൂഹത്തിന്റെ ബാധ്യത എന്നുള്ള അർത്ഥത്തിൽ ഉള്ള ചില കാര്യങ്ങളാണ്. ഇപ്പം നമ്മൾ എപ്പോഴും അതിന് ഉദാഹരണം പറയല് മയ്യത്ത് നമസ്കാരമാണ്. മയ്യത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൽ എല്ലാവരും അത് ചെയ്യൽ നിർബന്ധമില്ല, പക്ഷേ കുറച്ച് ആളുകളെങ്കിലും അത് ചെയ്യുകയും അത് ചെയ്യുക എന്നുള്ളത് പൂർത്തീകരിക്കുക, ഒരു കടമ പൂർത്തീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഫർദ് കിഫായയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ആളുകൾ എന്ത് തരാം ഈ ഒരു ഫിഖ്ഹ് നേടുക, അല്ലെങ്കിൽ ഫിഖ്ഹ് നേടാൻ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി പഠിപ്പിച്ച്
ആ ഫിഖ് നേടുന്നതും ആളുകൾക്ക് ഈ ഫിഖ് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന കഴിവുള്ള ആളുകൾ ഓരോ നാട്ടിലും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും ഉണ്ടാവുക എന്നുള്ളത് ആ പ്രദേശത്തുകാരുടെ ഫർദ് കിഫായയാണ്, ഒരു സാമൂഹിക ബാധ്യതയാണ് എന്ന് ഇമാം ഗസാലി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഗസാലി ഇമാമിനെ പോലുള്ള ആളുകൾ ഈ ഒരു കാര്യം അനർത്ഥമാക്കുന്ന തരത്തിൽ തന്നെ പ്രവർത്തിച്ചത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫലം കൂടിയാണ് യഥാർത്ഥത്തിൽ നമുക്കിന്ന് ഈ കിട്ടിയിട്ടുള്ള പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ഫിഖും ഇങ്ങനെ ദീനി ക്ലാസ്സുകൾ മുതൽ ദീനി സംരംഭങ്ങൾ മുതൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ബഹുമാനവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ആദരവും ഇത്തരം സംരംഭങ്ങളോട് നമ്മൾ പുലർത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ആമുഖമായി പറയാം. അപ്പൊ ഈ ആയത്തിന് വിശദീകരിക്കുന്നതിന്റെ സന്ദർഭത്തിൽ തന്നെ പണ്ഡിതന്മാർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെ പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട്, നമുക്കറിയാവുന്നതാണ്. പല സൈനിക സംരംഭങ്ങളും നടന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സ്വഹാബികളുടെ കാലത്ത് തന്നെ പാലിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു ഫിഖ് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പുറപ്പെടുന്ന സൈനിക നടപടികൾ ഉണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടാത്ത സൈനിക നടപടികൾ ഉണ്ടാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, മദീന വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനിക നടപടികൾക്ക് വേണ്ടി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സൂറത്ത് തൗബയിൽ ഈ ആയത്ത് അവതരിപ്പിച്ചതിന് ശേഷമുള്ള നടപടി എങ്ങനെയാണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിൽക്കുകയും പിന്നെ സ്വഹാബികൾ വേറെ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ നേതൃത്വത്തിൽ സൈന്യം പുറപ്പെടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വഹാബികളിൽ നിന്ന് ഒരു വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ തന്നെ നിർത്തും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറങ്ങുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ പഠിക്കുകയും അത് രേഖപ്പെടുത്തി വെക്കുകയും അത് പിന്നെ യുദ്ധത്തിന് പുറപ്പെടുക അല്ലെങ്കിൽ സൈനിക നടപടികൾക്ക് വേണ്ടി പോയ ആളുകളുടെ തിരിച്ചു വരുമ്പോൾ അവർക്കത് പറഞ്ഞു കൊടുക്കുകയും അവർക്കത് പകർന്നു കൊടുക്കുകയും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു കാര്യം. ഇനി അടുത്തൊരു സന്ദർഭം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പുറപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി ഈ സൈന്യത്തിനൊപ്പം പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ സ്വഹാബികളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുപോവുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി അപ്പോൾ ആ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിനിടയിൽ എന്തെങ്കിലും കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ആളുകൾക്ക് പിന്നീടുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനും വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു ആയത്ത് ഇറങ്ങിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് നമുക്ക് തഫ്സീറുകളിൽ കാണാൻ കഴിയും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവർ പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടർത്ഥത്തിലാണ് എന്നുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണങ്ങൾ ഒന്നുപോലും പാഴാകാതെ എല്ലാ കാര്യങ്ങളും ഫിഖ്ഹായി നമുക്ക് ഓരോരുത്തർക്കും കിട്ടാനുള്ള ഒരു സംവിധാനം എന്നുള്ള അർത്ഥത്തിൽ ഇത് പിന്നെ പുലർന്നു പോന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഹാക്കിമിയത്ത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി നടപ്പാക്കപ്പെടുക എന്നുള്ളതാണ് ഫിഖ്ഹിന്റെ യഥാർത്ഥ ലക്ഷ്യം. അതായത് അള്ളാഹുവിൻ്റെ ശരീഅത്ത് നമ്മളുടെ ജീവിതത്തിൽ നടപ്പാവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഫിഖ്ഹിലൂടെ നടക്കേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കലാം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ആ കലാം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ കഴിഞ്ഞതിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഖുർആനാണ് നമുക്ക് കലാമായി കിട്ടുന്ന കാര്യം. ആ കലാമായി കിട്ടുന്ന ഖുർആനിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് വളരെ കൃത്യമായി തന്നെ അള്ളാഹുവിൽ നിന്നുള്ള അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള വഹീ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഖുർആനിൽ നമ്മൾ രണ്ട് ചട്ടകൾക്കിടയിൽ ഉൾക്കൊള്ളുന്നതായിട്ട് നമ്മൾ ഓതുന്ന ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള ഒരു വഹീന്റെ ഒരു രൂപം എന്ന് പറയുന്നത്. രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് ഈ ചട്ടകൾക്കിടയിലുള്ള കണ്ടന്റിന്റെ വിശദീകരണമായും അല്ലെങ്കിൽ ചില കാര്യങ്ങളെ കൂടുതലായി വിശദീകരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ചില ജീവിതത്തിൽ ഉണ്ടാകുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങളെ അതിലുള്ള വിധി മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ വേറെയും ഉണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി തന്നെ ലഭിച്ചതാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ സുന്നത്തുൻ നബി, നബിയുടെ ചര്യ എന്ന് നമ്മൾ പറയും, സുന്നത്തുൻ നബി എന്ന് പറയും. ഇതാണ് രണ്ടാമത്തെ സ്രോതസ്. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ഹാക്കിമിയത്ത് അള്ളാഹുവിന്റെ ഹുക്കുമുകളെ കുറിച്ചുള്ള വിധിവിവരങ്ങൾ കിട്ടുക അത് ഖുർആനിൽ നിന്നാണ്. രണ്ടാമതായി സുന്നത്തിൽ നിന്നാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ സ്വാഭാവികമായും സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്ന് ചോദിക്കും, എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ആ സംഭവത്തിന് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പല സന്ദർഭങ്ങളിലും നമുക്കത് അറിയാവുന്നതാണ്. ഇപ്പോൾ
ഒരിക്കൽ പിന്നെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു സംഭവത്തിൽ പറയണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒതെടുക്കാൻ നേരത്ത് അദ്ദേഹത്തിന് വെള്ളം കിട്ടിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. പിന്നീട് ആ യാത്ര കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. അതിന് പകരം എന്താണ് ഖുർആനിൽ വന്നു. ഖുർആനിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ സൂചിപ്പിച്ചിരുന്ന ആയത്ത് സൂറത്തു തൗബയിലെ തുടക്കത്തിൽ തന്നെ മൂന്നാമത്തെ പേജിലുള്ള ആയത്ത്. ആ ആയത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു, നിങ്ങൾക്ക് ഇനി നിങ്ങൾ വലം തെജിതു നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ തയമ്മു സ്വൈദൻ തൊയ്യബ, നിങ്ങൾ തയമ്മം ചെയ്യണം. പിന്നെ ശുദ്ധിയുള്ള സ്വൈദൻ തൊയ്യബ എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയുള്ള മണ്ണ് കൊണ്ട് നിങ്ങൾ തേമം ചെയ്യണമെന്ന്. അപ്പോൾ തേമത്തിന്റെ രൂപമൊക്കെ പിന്നെ അതിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അങ്ങനെ ഒരു വിധി അങ്ങനെ വരികയാണ് ചെയ്യുക. ഇനി അപ്പോൾ അതിൽ ഇനി ഒരാൾ കുളി നിർബന്ധമായി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അത് നമ്മൾ ഖുർആനിൽ കാണാൻ കഴിയില്ല നമുക്ക്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിലാണ് കാണാൻ കഴിയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് അപ്പോൾ ഇതുപോലെ തന്നെ അമ്മാർ റളിയല്ലാഹു അപ്പോൾ മണ്ണിൽ കിടന്ന് ഉരുളാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഒരിക്കൽ ഒരു സഹാബി അങ്ങനെ മണ്ണിൽ കിടന്ന് ഉരുണ്ടു. അങ്ങനെ കാരണം ശരീരത്തിന് മൊത്തം ചെയ്യണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്യേണ്ടതില്ല, തയമ്മുമിന് ഒറ്റ രൂപയേ ഉള്ളൂ, ആ രൂപം ഖുർആനിൽ പറഞ്ഞത് തന്നെയാണ് എന്ന് പഠിപ്പിച്ചു. അപ്പോൾ അതോടുകൂടി അതാണ് അതിന്റെ ഫിഖ്. പിന്നെന്താ വെച്ചാൽ അയാൾ വെള്ളം കണ്ടെത്തുമ്പോൾ അയാൾ കുളി നിർബന്ധമായ കുളിച്ചു വിട്ടണം. അതുപോലെ തന്നെ അയാൾ വെള്ളം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ഒതു തന്നെ എടുക്കണം, തേമ ഒഴിവാക്കി ഒതു എടുക്കണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഫിഖ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മൾ കഴിഞ്ഞ തന്നെ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന വഹീ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നൊരു കാര്യം ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഈ ഒരു കഴിഞ്ഞ സംഭവത്തിൽ പറഞ്ഞ പോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള വഹീ വരാൻ കാത്തിരിക്കും. അപ്പൊ അങ്ങനെ ചിലപ്പോൾ അള്ളാഹുവിൽ ഖുർആനിൽ തന്നെ അതിനെ കുറിച്ചുള്ള വഹീ വരും. അപ്പൊ ആ വിധി ആളുകൾക്ക് കിട്ടും. ഇനി അങ്ങനെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, വിശദീകരിച്ചു കൊടുക്കും. അങ്ങനെ വിശദീകരിച്ചു കൊടുത്ത് അതിൽ അത് എന്താണ് ശരിയാണ് എന്നുണ്ടെങ്കിൽ അള്ളാഹു അത് അംഗീകരിക്കും. അതോടുകൂടി അത് വഹീന്റെ ഭാഗമാകും. ഇനി എന്തെങ്കിലും അതിലൊരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ അള്ളാഹു തിരുത്തും. അപ്പൊ അതും അള്ളാഹുവിന്റെ വഹീന്റെ ഭാഗമായി മാറും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം വരെ നമുക്ക് അള്ളാഹുവിന്റെ ഹുക്കുമുകളെ കുറിച്ച് അറിയാൻ അള്ളാഹുവിന്റെ ഹാക്കിമിയത്ത് നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു കൃത്യമായ ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ, അതായത് ഖുർആനിലൂടെയും സുന്നത്തിലൂടെയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം തന്നെയാണ് ആളുകളുടെ ജീവിതത്തിൽ ഫിഖ് അങ്ങനെ തന്നെയാണ് രൂപപ്പെട്ടത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷമുള്ള ഒരു കാലമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം സ്വാഭാവികമായും പുതിയ സംഭവങ്ങൾ ഉണ്ടാവും. ആ സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ എന്താണ് ഇതിനെക്കുറിച്ചുള്ള വിധിയെക്കുറിച്ച് ആളുകൾക്ക് അറിയേണ്ടതായി വരും. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഖുർആൻ എന്നുള്ളൊരു സ്രോതസ് അവിടെ ഉണ്ട്. കാരണം ഖുർആൻ അവിടെ ഉണ്ട്. ഹദീസ് എന്നുള്ളത് പുസ്തക രൂപത്തിലില്ല എന്നുണ്ടെങ്കിലും, ഒരു കൃത്യമായ രൂപത്തിലില്ല എന്നുണ്ടെങ്കിലും, ഹദീസ് എന്നുള്ളത് പലതരത്തിൽ സ്വഹാബികൾക്ക് അറിയുന്ന ഒരു അറിവ് എന്നുള്ള അർത്ഥത്തിൽ അവർക്കുള്ള അറിവായിട്ട് തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ അവരിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അപ്പൊ ആ ലഭിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സ്വാഭാവികമായും സ്വഹാബികൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൂടി അതിൽ ഉണ്ടായിരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത കാര്യം അതുപോലെ സ്വഹാബികൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ അത് ഹദീസ് തന്നെയാണ്, അത് സുന്നത്ത് തന്നെയാണ്. അങ്ങനെയാണ് സുന്നത്തിന്റെ ഒന്നാമത്തെ ഒരു തലമുറ എന്ന് പറയുന്നത് സ്വഹാബികളായി മാറുന്നത്. അവർക്ക് ശേഷമുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ഒരു സംഗതി. അങ്ങനെ രണ്ടാമത്തെ സ്രോതസ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് തന്നെയാണ്. അപ്പൊ ഇനി മൂന്നാമത്തെ ഒരു സ്രോതസ്സും കൂടി യഥാർത്ഥത്തിൽ ഈ ഒരു കാലത്ത് ഉണ്ടാവുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ സ്വഹാബികളിൽ അവരുടെ അഭിപ്രായം പറയാന്നുള്ളത്. അപ്പൊ അവരുടെ അഭിപ്രായം പറയാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി, ആ സംഭവത്തിൽ സ്വഹാബികൾ അവരുടെ അഭിപ്രായം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് കൂടിയാണ്. അപ്പൊ അതിൽ തന്നെ 2-3 തരത്തിലുള്ള സംഭവങ്ങൾ പല ഘട്ടത്തിൽ ഉണ്ടായത് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായിട്ട് എന്താ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്താണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവരും, പ്രധാനപ്പെട്ട എല്ലാ സ്വഹാബികളും, കിബാർ സ്വഹാബ എന്നാണ് അവരെ കുറിച്ച് പറയാം, എല്ലാ സ്വഹാബികളും മദീനയിൽ തന്നെ ഉള്ള ഘട്ടമാണ്. അപ്പൊ അതിലുണ്ടായ ഒന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് ഖബറടക്കുന്നതുമായി ബന്ധപ്പെട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പിൻഗാമി ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്, ചർച്ചയാണ്. 2 കാര്യങ്ങളാണ് ആദ്യമായിട്ട് ചർച്ച വരുന്നത്. അപ്പൊ ആ ചർച്ചയിൽ എന്താണ്, ആ ഉമ്മത്ത് എല്ലാവരും, അവിടെയുള്ള എല്ലാ കിബാർ സ്വഹാബ എല്ലാവരും ഒരുപോലെ യോജിച്ച ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മയ്യത്ത് ഖബറടക്കുന്നതിനേക്കാൾ പ്രധാനം കൊടുത്തുകൊണ്ട് അവര് ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുന്ന ഒരു സംഗതിയാണ് അവർ ചെയ്തത്.
അങ്ങനെ നേതാവിനെ തെരഞ്ഞെടുത്ത് അത് പിന്നെ പ്രത്യേകമായ ഒരു സക്കീഫ ബനി സയ്യിദ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടി. പിന്നെ അത് ആ കഥയൊക്കെ നമ്മൾ പലവട്ടം കേട്ടാൽ പറഞ്ഞു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുത്തു. അതിനുശേഷം പിന്നെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ കബറടക്കവും അതുപോലെ തന്നെ ജനാസക്കാരും പോലുള്ള സംഗതികളൊക്കെ പിന്നെ കഴിഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതോടുകൂടി ചില ആളുകൾ സക്കാത്ത് കൊടുക്കാതിരുന്നു. അപ്പൊ സക്കാത്ത് കൊടുക്കാതിരുന്നപ്പോൾ എന്താണ് പിന്നെ അവരെ എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആളുകൾക്കിടയിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ എന്താണ് ഉണ്ടായത്? അപ്പോൾ അതിൽ ആ സംഭവം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം പിന്നെ അവര് ചില ആളുകൾ സക്കാത്ത് നിഷേധിച്ചു. മുസൈലിമ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലുള്ള ഒരു യമാമ ഭാഗത്ത് ജീവിക്കുന്ന പ്രധാനപ്പെട്ട പിന്നെ ഈ ഒരു സംഘത്തിലുണ്ടായിരുന്ന ഇവരായി യമാമ ഭാഗത്തുള്ള മുസൈലിമയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ്. അപ്പൊ അവര് സക്കാത്ത് നിഷേധിച്ചോട് കൂടി തന്നെ അതിൽ ഒരു ചെറിയൊരു തർക്കം, ചെറിയൊരു പിന്നെ ഭിന്നിപ്പ് ആളുകൾക്കിടയിൽ. അപ്പോൾ ആ ഭിന്നിപ്പ് ഉണ്ടാകാൻ കാരണം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില കൗലുകളെ വ്യാഖ്യാനിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ അങ്ങനെ തന്നെയാണ് ഫിഖുകൾ ഉണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവര് പിന്നെ എന്താണ് ഈ ലോകത്തും പരലോകത്തും അവരുടെ രക്തവും അതുപോലെ തന്നെ ധനവും എല്ലാം പരിശുദ്ധമാണ്, അതിനെ പിന്നെ ഒരു നിലക്കും ഒരാളും കയ്യേറ്റം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു വിഭാഗം പറഞ്ഞു അവര് സക്കാത്ത് നിശ്ചയിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള അംഗീകരിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നടപടി ഒരു കൂട്ടർ പറഞ്ഞു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വരെ അതിൽ ആ ഒരു അഭിപ്രായത്തോട് ചായുന്ന തരത്തിൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കുന്ന തരത്തിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അങ്ങനെയല്ല, മൻ ഫറഖ ബൈന സ്വലാത്തി വ സക്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സ്വലാത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ ഒരു വിവേചനവും പാടില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയാണോ ഇവർ സക്കാത്ത് നിർവഹിച്ചിരുന്നത് അതുപോലെ തന്നെ ഇവരിപ്പോഴും സക്കാത്ത് നിർവഹിക്കേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എങ്ങനെയായിരുന്നു ഇവർ നിസ്കരിച്ചിരുന്നത്, ആ നിസ്കാരം ഇപ്പോഴും ഇവരുടെ മേൽ നിർബന്ധമാണെന്ന് എല്ലാവർക്കും അഭിപ്രായം ഉണ്ട് എന്നുണ്ടെങ്കിൽ സക്കാത്തും അതുപോലെ തന്നെ നിർബന്ധമാണ്. അതുകൊണ്ട് ലൗ മനൗനി ഇക്കാലൻ അദ്ദേഹം അങ്ങനെ തന്നെ പിന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവര് എനിക്ക് സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ഒട്ടകത്തിന് സക്കാത്ത് കൊടുക്കുമ്പോൾ ആ ഒട്ടകത്തിന്റെ കൂടെ ഒരു കയറും കൂടി അതിന്റെ കയറും കൂടി സക്കാത്തായിട്ട് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ആ കയറ് എനിക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ വരെ അവർക്കെതിരെ ഞാൻ നടപടിയെടുക്കും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ ശക്തമായി പറയുന്നുണ്ട്. അപ്പൊ ആ പറഞ്ഞതോട് കൂടി തന്നെ ഈ സ്വലാത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിലുള്ള കാര്യം അപ്പൊ ഖുർആനിൽ വളരെ കൃത്യമായി തന്നെ നമുക്ക് കാണാവുന്നതാണ്. അഖീമു സ്വലാത്ത വ ആതു സക്കാത്ത്. അതുപോലെ തന്നെ എവിടെ കാണുമ്പോഴും മിക്കവാറും സ്ഥലത്തൊക്കെ സക്കാത്തിനെ കുറിച്ച് പറയുന്നത് സ്വലാത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതിന് കൂട്ടത്തിൽ തന്നെ സക്കാത്തിനെ കുറിച്ച് കൂടി പറയുന്നുണ്ട്. അപ്പൊ ഇതിന് രണ്ടിന്റെ ഇടയിൽ ഒരിക്കലും വേർതിരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംഗതി ഉമർ റളിയല്ലാഹു അൻഹുവിനെ അടക്കമുള്ള ബാക്കി എല്ലാ സഹാബികളെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓർമ്മപ്പെടുത്തിയതോട് കൂടി തന്നെ എല്ലാവർക്കും അത് മനസ്സിലായി, എല്ലാ സഹാബികളും അതിൽ ഇജ്മായിലെത്തി. അപ്പൊ പിന്നെ അതിനുശേഷമുള്ള ഫിഖ് എന്താണ്? എല്ലാവരും എല്ലാ സഹാബികളും അംഗീകരിച്ച ഈ ഒരു കാര്യമാണ്. അപ്പൊ എല്ലാ സഹാബികളും അംഗീകരിച്ച ഈ ഒരു കാര്യം അതിന്റെ ഫിഖായി മാറി. അപ്പൊ അങ്ങനെയാണ് ഫിഖ് രൂപപ്പെടുന്നത്. അങ്ങനെ സഹാബികൾക്കിടയിൽ എന്തെങ്കിലും ഒരു തർക്കമുണ്ടായാൽ കിബാർ സഹാബ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മുതിർന്ന സഹാബികൾ എല്ലാവരും ഒരുമിച്ച് കൂടുകയും അവർ ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. അപ്പൊ അത് വളരെ കൃത്യമായി തന്നെ സഹാബികൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിച്ചിരുന്നു. അങ്ങനെ ആ ഒരു കാലത്ത് ഫിഖ് അങ്ങനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എങ്ങനെയാണോ കിട്ടിയത് അതിൽ നിന്ന് മനസ്സിലാക്കുന്ന രൂപത്തിൽ പലതരത്തിൽ മനസ്സിലാക്കുന്ന രൂപത്തിൽ ആ കാര്യം ഫിഖ് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതാണ് മദീനയിലെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലം കഴിഞ്ഞു. ഉമർ റളിയല്ലാഹുവിന്റെ അവസാന കാലമായപ്പോഴും ധാരാളം സ്ഥലങ്ങൾ ഇസ്ലാമിന് കീഴിൽ വന്നു. അവിടെയൊക്കെ ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അവർക്ക് അധ്യാപനങ്ങൾക്ക് അവർക്ക് ഈ ദീനിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കാനൊക്കെ വേണ്ടി സഹാബികളുടെ ചില ആളുകളെ അവിടേക്കൊക്കെ പറഞ്ഞയച്ചിരുന്നു. പക്ഷെ ഉമർ റളിയല്ലാഹു ശ്രദ്ധിച്ച ഒരു സംഗതി എന്തായിരുന്നു വെച്ചാൽ കിബാർ സഹാബ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട മുതിർന്ന സഹാബികളെ ആരെയും മദീനയിൽ നിന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ തർക്കമുണ്ടായാൽ, ഇഖ്തിലാഫ് ഉണ്ടായാൽ, ഭിന്നത ഉണ്ടായാൽ ആ കാര്യങ്ങൾ ഇവരോട് ചർച്ച ചെയ്തിട്ടായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിരുന്നത്. അങ്ങനെ ആ ഒരു കാര്യം പിന്നെ നിലനിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്ത് എങ്ങനെയായിരുന്നോ മുതിർന്ന സഹാബികൾ ചർച്ച ചെയ്തുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചത്, ആ ഒരു കാര്യം ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും നിലനിന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹുവിന്റെ മരണശേഷം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് വീണ്ടും കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ സ്ഥലങ്ങളിലേക്കൊക്കെ ഇസ്ലാം വ്യാപിച്ചു.
പിന്നെ ഉമർ അള്ളാഹുവിന്റെ അവസാന കാലത്ത് പിന്നെ അമർ ബിൻ ആസിന്റെ ഒക്കെ പിന്നെ നേതൃത്വത്തിൽ ഈജിപ്ത് വരെയുള്ള ആഫ്രിക്കയുടെ വലിയൊരു ഭാഗം ഇസ്ലാമിന്റെ കീഴിൽ വന്നു. ഇങ്ങനെ വലിയൊരു ഏകദേശം ആഫ്രിക്കയുടെ മഗ്രിബ്, അതായത് മൊറോക്കോ പോലുള്ള ആ ഒരു ഭാഗം മുതൽ ഇന്ത്യന്റെ അടുത്ത് വരെയുള്ള, പാകിസ്ഥാൻ അടക്കമുള്ള ഇന്ത്യന്റെ അടുത്ത് വരെയുള്ള ഭാഗങ്ങൾ ഫുള്ള് ഏകദേശം കുറേ ഭാഗങ്ങൾ ഇസ്ലാമിന്റെ കീഴിൽ വന്നു. അപ്പൊ ഇത്രയും പിന്നെ വിശാലമായ സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അതിന് മനസ്സിലാവുന്നത്. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും അവിടെയൊക്കെയുള്ള മുസ്ലിങ്ങൾക്ക് ഇസ്ലാമികമായ തെർബിയത്ത് കൊടുക്കുക, ഇസ്ലാമികമായ അറിവ് കൊടുക്കുക, ഫിഖ് പകർന്നു കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അവശേഷിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു പല ആളുകളെയും, പ്രധാനപ്പെട്ട സ്വഹാബികളെയും അവിടേക്കൊക്കെ പോകാൻ സമ്മതിച്ചു. അങ്ങനെ കൂഫ ബസ്ര മേഖലകളിലേക്ക് പിന്നെ ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു പോകുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ പല മേഖലകളിലേക്കും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്വഹാബികൾ പോകുന്നുണ്ട്. അപ്പോൾ മദീനയിൽ നിന്ന് അവര് പുറത്തേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ മക്കയിലേക്ക് ഇബ്നു സുബൈറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പോകുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ മദീനയിൽ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പോലുള്ള പ്രധാനപ്പെട്ട സ്വഹാബികൾ മദീനയിൽ തന്നെ അവശേഷിക്കണൊക്കെ ഉണ്ട് ഈ ഒരു സന്ദർഭത്തിൽ. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പോലുള്ള ആളുകളൊക്കെ അന്ന് മദീനയിൽ തന്നെ അവശേഷിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായത്. അപ്പൊ ആ ഒരു ഘട്ടം മുതൽ തന്നെ പ്രധാനപ്പെട്ട സ്വഹാബികൾ പല സ്ഥലങ്ങളിലേക്ക് പോയി. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും കാലത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ സ്വാഭാവികമായും പല മേഖലകളിൽ പല സ്ഥലത്ത് ഇവരിൽ ഓരോരുത്തരും സഹാബികൾ പലരും ഉണ്ടായി. അപ്പോൾ ഈ സഹാബികൾ പറയുന്ന ചില അഭിപ്രായങ്ങൾ, കാരണം എല്ലാ സഹാബികൾക്കും നേരത്തെ നമ്മൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പെട്ടെന്ന് ഓർമ്മ വരില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, മാനുഷികമായ ഒരു സംഗതിയാണ്. നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ ഓർമ്മ വരില്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഓർമ്മ വരും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പ്രധാനപ്പെട്ട സഹാബികൾ, കിബാർ സഹാബ പരസ്പരം ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അടക്കം ഒരു കാര്യം അഭിപ്രായപ്പെട്ടതിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു വേറെയും ചില ആയത്തുകളും ഹദീസുകളും ഓർമ്മിപ്പിച്ചപ്പോഴാണ് എല്ലാവരും ഒരു കാര്യത്തിലേക്ക്, ഒരു ഇത്തിഫാക്കിലേക്ക് എത്തുന്നത്, എല്ലാവരും ഒരു യോജിച്ചൊരു അഭിപ്രായത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്നാൽ ഈ പിന്നെ പ്രധാനപ്പെട്ട സഹാബികൾ പലയിടത്തേക്ക് പോയതോടുകൂടി അവരൊക്കെ വ്യക്തികൾ ഓരോരുത്തരാണ് പലയിടത്തും ഉള്ളത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂഫയിൽ പ്രധാനപ്പെട്ടായിട്ട് ഇബ്നു മസൂദ് റളിയല്ലാഹു അൻഹു തന്നെയാണ് ഉള്ളത്. അതുപോലെ തന്നെ അങ്ങനെ പ്രധാനപ്പെട്ട സഹാബികൾ പലയിടത്തും ഒരാൾ മാത്രമാണ് ഉള്ളത്. അപ്പൊ അവരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചില സംഗതികൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചില ഹദീസുകൾ ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഖുർആന്റെ കാര്യത്തിൽ അങ്ങനെ ഭിന്നതയില്ല, പക്ഷെ ഹദീസിന്റെ കാര്യത്തിൽ ചിലത് അദ്ദേഹം കേട്ടിട്ടുണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തിൽ ഇല്ലാത്ത സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് കേട്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടായി. അപ്പൊ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എന്താണ് പല സ്ഥലത്തും ചെറിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഫിഖിന്റെ കാര്യത്തിൽ വരാൻ തുടങ്ങി. അത് ഫിഖിന്റെ കാര്യത്തിൽ മാത്രം, അടിസ്ഥാന കാര്യങ്ങളിലില്ല, ഫിഖിന്റെ കാര്യത്തിൽ അങ്ങനെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ പ്രധാനപ്പെട്ട പിന്നെ ചില മേഖലകളിൽ ചില സഹാബികളുടെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടായി, മറ്റ് സഹാബികളുടെ നേതൃത്വത്തിൽ ചില അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു, അങ്ങനെ ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട മദീനയും അതുപോലെ തന്നെ മക്കയൊക്കെ കേന്ദ്രീകരിച്ചുള്ള ആളുകൾ കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി അതുപോലെ തന്നെ ആ കാലവുമായൊക്കെ നേരിട്ട് ബന്ധമുള്ള കുറേ ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അപ്പോഴും കൂടുതൽ ഹദീസുകൾക്ക് മുൻഗണന കൊടുത്തിട്ടാണ് ഫിഖ് രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ള ആളുകളെ കുറിച്ച് അവരെ കുറിച്ച് അഹ്ലുൽ ഹദീസ് എന്ന് പറഞ്ഞിരുന്നു. കാരണം അതൊരു പിന്നെ പ്രയോഗം എന്നുള്ള അർത്ഥത്തിലാണ്, ഹദീസിന്റെ ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉള്ളവർ പറഞ്ഞിരുന്നത്. പിന്നെ ഈ കൂഫ ബസ്ര പോലുള്ള മേഖലകൾക്കുള്ള ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരിൽ നിന്ന് കുറേ ദൂരെയാണ്. അപ്പൊ ആ ദൂരെ ആയതുകൊണ്ട് തന്നെ അവർക്ക് ചില ഹദീസുകളൊക്കെ എത്തുന്നതിൽ ചില കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ചില ആളുകൾ എന്ത് ചെയ്തു, ഖുർആനിന്നും അവർക്ക് എത്തിയ ഹദീസുകളിൽ നിന്നുള്ള വിധികൾ വെച്ചിട്ട് അവർ കുറച്ചുകൂടി യുക്തി ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അവർ ഫിഖ് നിയമങ്ങളിലേക്ക് എത്തിയിരുന്നത്. അപ്പൊ അവരെ കുറിച്ച് അഹ്ലുർ റഈ, അതായത് അഭിപ്രായങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നവര് പിന്നെ ആളുകൾ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു സംഗതി, ഒരു പേരും പറഞ്ഞിരുന്നു. അപ്പൊ ഇങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് ആദ്യം തിരിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കഴിഞ്ഞു, പിന്നെ ഖുലഫാഉ റാഷിദുകളുടെ ആദ്യത്തെ രണ്ടാളുകളുടെ കഴിഞ്ഞു, പിന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കഴിയുന്ന ഒരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു കാലം ഉണ്ടാവും. അപ്പൊ സഹാബികളൊക്കെ ഏകദേശം അവസാനിച്ചു തുടങ്ങി. അങ്ങനെ സഹാബികൾ അവസാനിച്ചു തുടങ്ങുന്നതോടുകൂടി പിന്നെ അവരുടെ അടുത്ത തലമുറ എന്നുള്ളത് താബിയുകൾ എന്നാണ് നമ്മൾ അവരെ കുറിച്ച് പറയാം. അത് സഹാബികളിൽ നിന്ന് ദീന് പഠിച്ച ആളുകളാണ് താബിയുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവരെ കാലമായപ്പോഴാണ് ഞാൻ ഈ പറയുന്ന ഈ തരത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകൾ ഉണ്ടായി എന്ന് പറയുന്നത്. ഒന്ന് വെച്ചാൽ ഹദീസിന് മുൻഗണന കൊടുക്കുന്നത്, പ്രത്യേകിച്ചും ഹദീസ് കൂടുതൽ കിട്ടുന്നത് കൊണ്ട് മദീനയുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ കുറച്ച് ദൂരെയുള്ള പ്രദേശങ്ങളിലുള്ള
പിന്നെ ഹദീസ് കിട്ടുന്നതിനനുസരിച്ച് അവർ കുറച്ച് അഭിപ്രായങ്ങൾ കൂടി മുൻഗണന കൊടുത്തുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്ത ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ 2 തരത്തിലുള്ള ആളുകൾ അങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, ഫിഖ്ഹിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന പോലെ തന്നെ ഖുർആന് പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് ഫിഖ് കണ്ടെത്താനുള്ള. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തത് ഹദീസ് എന്നുള്ളത്, അത് സുന്നത്തു നബി എന്നുള്ളത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ്. മൂന്നാമത്തത് സഹാബികളുടെ കൗലുകൾ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ഒരു സഹാബികളുടെ കൗലുകൾ എന്നുള്ളത് അപ്പോൾ ഇതിങ്ങനെ പിന്നെ എന്താണ് ഭിന്നിപ്പ് വരുന്ന ഒരു ഘട്ടം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ താബികളുടെ കാലത്ത് എത്തിയപ്പോഴാണ് പിന്നെ നമ്മൾ പല മേഖലയിലേക്കും ആളുകൾ പിന്നെ സഞ്ചരിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ അവരുടെ മേഖലയിലുള്ള ഇമാമുമാർ എന്നുള്ള അർത്ഥത്തിൽ അവർ പല ഇമാമുമാരെയും കണ്ടെത്തുകയും അങ്ങനെ ഹസൻ ബസരി അതുപോലെ തന്നെ ഔസായി ഇങ്ങനെയുള്ള കുറേ പിന്നെ താബികളുടെ പ്രധാനപ്പെട്ട ആളുകൾ പലയിടത്തും ഫിഖ് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആ പഠിപ്പിച്ചെടുത്ത കാര്യങ്ങൾ പിന്നെ അവർ കൂടുതൽ ദീനിന്റെ കാര്യം എന്നുള്ള അർത്ഥത്തിൽ തന്നെ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ഹുക്കുമ്, അള്ളാഹുവിന്റെ ആക്കിമീയത്ത് ജീവിതത്തിൽ പകർത്താനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമായി ഇങ്ങനെയുള്ള ഒരു ട്രഡിഷൻ, ഒരു പാരമ്പര്യം രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അങ്ങനെ അതിന്റെ അടുത്തൊരു ഘട്ടമാണ് താബികളും താബികളും ഉള്ള ഒരു ഘട്ടത്തിൽ പിന്നെ പ്രധാനപ്പെട്ട ചില പണ്ഡിതന്മാർ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ ഫിഖ്ഹിന്റെ കാര്യങ്ങളിൽ മാത്രമല്ല പല കാര്യങ്ങളിലും മദ്ഹബുകൾ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ആ മദ്ഹബുകൾ കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഫിഖ്ഹിന്റെ കാര്യങ്ങളിലേക്ക് കൂടി ഇതിനെ പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 3 തരത്തിലുള്ള മദ്ഹബുകൾ ഇസ്ലാമിന്റെ ഒരു പാരമ്പര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അഖീദ കാര്യത്തിൽ തന്നെയുള്ള ചില മദ്ഹബുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത് കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിന് മുമ്പ് ഉണ്ടായത് ആദ്യം രാഷ്ട്രീയ മേഖലയുള്ള ഒരു സിയാസ, അതായത് പൊളിറ്റിക്കലി ഉള്ള മദ്ഹബുകൾ ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ചില മദ്ഹബുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നമ്മൾ ചരിത്രത്തിൽ അറിയുന്നതാണ്, അലി റളിയല്ലാഹുവിന്റെ അവസാന കാലത്ത് ചില പ്രശ്നങ്ങൾ, ചില രാഷ്ട്രീയമായ ഭിന്നതകൾ ആളുകൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെയുള്ള ഫിഖ് രൂപപ്പെടുത്തുന്നതിലുള്ള ഭിന്നതയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ മദ്ഹബുകൾ രൂപപ്പെടുന്നതിലേക്ക് നയിച്ചത്. അപ്പോൾ ഖവാരിജുകൾ എന്ന് പറയുന്നത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗമായിരുന്നു. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ അവര് ഒരു സന്ദർഭത്തിൽ അലി റളിയല്ലാഹുവിന്റെയും അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹുവിനും തമ്മിൽ തർക്കങ്ങൾ രൂപപ്പെട്ടപ്പോൾ ഇത് രണ്ടിനുമല്ല, ഇതിനെ വേറെ രണ്ടുപേരെയും തള്ളിക്കൊണ്ട് വേറൊരു രൂപത്തിൽ അവർക്കെതിരെ പുറപ്പെട്ട ഒരാളുകളായിരുന്നു ഖവാരിജുകൾ എന്ന് പറയുന്നത്. പിന്നെ ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. അലി റളിയല്ലാഹുവിന്റെ മരണത്തിനൊക്കെ ശേഷം പിന്നെ അലി റളിയല്ലാഹുവിനെ പിന്തുണക്കുന്ന ആളുകൾ, മുആവിയ റളിയല്ലാഹുവിന്റെ അമവിയുടെ ഭരണത്തിലൊക്കെ ശക്തമായി നിലനിന്നിരുന്ന സന്ദർഭത്തിൽ അവർക്കെതിരെ പിന്നെ അലി റളിയല്ലാഹുവിന്റെ ആളുകളെ പിന്നെ പിന്തുണക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് അവര് നിലനിന്നിരുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമായ മദ്ഹബുകൾ യഥാർത്ഥത്തിൽ നിലനിന്നിരുന്നു. അത് യഥാർത്ഥത്തിൽ പിന്നെ എന്താണ് നമ്മളെ ഒരു ഭാഗത്ത് ഇങ്ങനെ കാണുക മാത്രം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അത് ഒരു കൃത്യമായ ഒരു വിഭാഗമായിട്ട് പിന്നീട് അവശേഷിക്കുകയും ചെയ്യുന്നില്ല. പിന്നെ അതിനുശേഷം എന്താ വെച്ചാൽ ഓരോ കാലത്തെയും രാഷ്ട്രീയ പരിസ്ഥിതിയൊക്കെ അനുസരിച്ച് പലതരത്തിൽ ആളുകൾ ഉണ്ടാവും. അപ്പൊ അതിനുശേഷം പിന്നെ അമവികൾ എന്നുള്ള അർത്ഥത്തിൽ അമവികളെ പിന്തുണക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അബ്ബാസികൾ ഭരണത്തിലേറിയപ്പോൾ അബ്ബാസികൾ എന്നുള്ള അർത്ഥത്തിൽ അവരെ പിന്തുണക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവർ പിന്നെ ഇതിലൊക്കെ ഉണ്ടാവുന്ന ഈ മദ്ഹബുകൾ ഉണ്ടാവുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ അവരുടെ അധികാരം നിലനിർത്താൻ അല്ലെങ്കിൽ അവരുടെ അധികാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായ ഫത്വകൾ അല്ലെങ്കിൽ അതിന് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ പിന്നെ ദീനിനെ വ്യാഖ്യാനിക്കുക, ഇങ്ങനെയുള്ള ചില ശ്രമങ്ങളൊക്കെ നടന്നത് കാണാൻ കഴിയും. അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഒരു പിന്നെ രാഷ്ട്രീയ മദ്ഹബുകളിൽ കാണാൻ പറ്റുന്ന ഒരു സംഗതി. പിന്നെ രണ്ടാമത്തെ ഒരു സംഗതി നമ്മൾ ഫിഖ് മദ്ഹബ് എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം എന്നുള്ളതുകൊണ്ട് അതാണ് രണ്ടാമത്തെ യഥാർത്ഥം. അത് നമുക്ക് ലാസ്റ്റ് പറയാം. പിന്നെ അവസാനം രൂപപ്പെട്ട ഒരു സംഗതി ഈ അഖീദ മദ്ഹബുകളാണ്. അഖീദ മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ രൂപപ്പെട്ടെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ പുതിയ സ്ഥലങ്ങളിലേക്ക് മുസ്ലിങ്ങൾ വ്യാപിച്ചപ്പോഴാണ് നമ്മുടെ ഫിഖിന്റെ കാര്യത്തിലൊക്കെ ചെറിയ ചെറിയ ഭിന്നതകൾ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അബ്ബാസി കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായ ഒരു സംഗതിയാണ് കൂടുതൽ ഗ്രീക്ക് അങ്ങനെയുള്ള കുറെ ഫിലോസഫികൾ, ഫൽസഫ എന്ന് പറയുന്ന ഫിലോസഫികൾ കുറെ സംഗതികൾ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ പ്രത്യേകിച്ചും പിന്നെ മഹ്മൂന് അതുപോലെ തന്നെ ആറൂർ റഷീദ് പോലുള്ള ആളുകളുടെ കാലത്തൊക്കെ വ്യാപകമായി തന്നെ ഇത്തരം ട്രാൻസ്ലേഷനുകൾ നടന്നിട്ടുണ്ട്. അങ്ങനെ ട്രാൻസ്ലേഷൻ നടന്നപ്പോൾ ഉണ്ടായ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ പിന്നെ ഓരോ കാര്യവും ബുദ്ധിപരമായി തന്നെ ഫിലോസഫി എന്നുള്ള അർത്ഥത്തിൽ ബുദ്ധിപരമായി സ്ഥാപിക്കാനും അതിനുള്ള വാദങ്ങൾ പരസ്പരം ഉന്നയിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ ആ ഒരു
ഇതിന്റെ ഭാഗമായി, ആ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായി ഉണ്ടായ ഒരു സംഗതിയാണ്. സ്വാഭാവികമായും നമ്മള് ബുദ്ധിപരമായ കുറെ സംഗതികൾ ഇതിലിങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ, യുക്തി ഉപയോഗിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയപ്പോൾ, ദീന്റെ കാര്യങ്ങളിൽ ഖുർആന്റെ കാര്യത്തിലും അതുപോലെ തന്നെ സുന്നത്തിന്റെ കാര്യത്തിലൊക്കെ നേരത്തെ പറഞ്ഞ യുക്തി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു സന്ദർഭമല്ലേ. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിനുള്ള വിശ്വാസം എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ ഇവിടെ തന്നെ പറഞ്ഞു, അഖീദ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹുവിനോടുള്ള ബന്ധം എന്നാണ്. അപ്പൊ അഖദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ബന്ധം, അല്ലെങ്കിൽ ഒരു കരാർ എന്നൊക്കെയാണ്. അപ്പൊ അള്ളാഹുവിനോടുള്ള ഒരാളുടെ കരാർ എന്താണെന്ന് വെച്ചാൽ, അയാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിക്കുന്നതോട് കൂടി ഈ എന്റെ ജീവിതത്തിൽ, എന്റെ ഭൗതിക ജീവിതത്തിൽ ഞാൻ പുലർത്തേണ്ട കാര്യങ്ങൾ, ഞാൻ പുലർത്തേണ്ട വിധിവിലക്കുകൾ എന്നുള്ളത് അള്ളാഹുവിൻ്റെതാണ്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകളും അതുപോലെ തന്നെ നിരോധങ്ങളും ആ കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ പുലർത്തേണ്ടത് എന്നുള്ളത് അംഗീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് അഖീദ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അള്ളാഹിന്റെ ഹാക്കിമിയത്ത് അംഗീകരിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകളാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും അംഗീകരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അഖീദ. അപ്പൊ അതിന് യഥാർത്ഥത്തിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എല്ലാ മുസ്ലിങ്ങൾക്കും ഇതേ അഭിപ്രായം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ സ്ഥാനം എവിടെയാണ്, അള്ളാഹുവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യനുകൾ വെറുതെ രൂപപ്പെടുകയും യുക്തിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുകയും അതിനനുസരിച്ച് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലുണ്ടായ മദ്ഹബുകളാണ് യഥാർത്ഥത്തിൽ അഖീദ മദ്ഹബുകൾ, അല്ലെങ്കിൽ ഇൽമുൽ കലാമിന്റെ മദ്ഹബുകൾ എന്നറിയപ്പെടുന്ന മദ്ഹബുകൾ. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് രൂപപ്പെട്ട മുഅ്തസിലിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അവർ കൂടുതൽ യുക്തിക്ക് മുൻഗണന കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഒറ്റവാക്കിൽ പറയാവുന്ന കുറെ കാര്യങ്ങളുണ്ട് അവരെ കുറിച്ച്. ഒറ്റവാക്കിൽ പറയാവുന്ന ഒരു സംഗതി യുക്തിക്ക് മുൻഗണന കൊടുത്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു വിഭാഗം അശരിയാക്കൾ എന്നുള്ളതാണ്. അവര് മുഅ്തസിലിയാക്കൾക്കെതിരെ കുറച്ചുകൂടി ദീന്റെ അടിസ്ഥാനങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ച ആളുകളാണ്. മാതുരീദി എന്ന് പറയുന്നത് അശരി ഇമാമിന്റെ തന്നെ ഒരു ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ അനുയായികൾ രൂപപ്പെടുത്തിയൊരു മദ്ഹബാണ് മാതുരീദി എന്ന് പറയുന്നത്. ഹംബലിയാക്കൾ എന്ന് പറയുന്നത് നമ്മൾ സലഫികൾ എന്നൊക്കെ പറയുന്ന അസരികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വിഭാഗം യഥാർത്ഥത്തിൽ അഖീദ മദ്ഹബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് അടിസ്ഥാനപരമായി അഖീദയുടെ അടിസ്ഥാനം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഭിന്നതയില്ലാത്ത കാര്യമാണ്. ബാക്കിയുള്ള വിശദാംശങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ തമ്മിൽ ഭിന്നതകളുള്ളത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തൊരു കാര്യം, അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മദ്ഹബുകൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടായിട്ട് അങ്ങനെ അറിയപ്പെടുന്നത് ഫിഖ്ഹി മദ്ഹബുകളാണ്. പ്രധാനപ്പെട്ട 4 മദ്ഹബുകൾ നമ്മൾ പറയുന്ന ഫിഖ്ഹി മദ്ഹബുകൾ യഥാർത്ഥത്തിൽ 12 അതിലധികമോ ഒക്കെ ആളുകളെ മദ്ഹബുകൾ യഥാർത്ഥത്തിൽ ഉണ്ട്. പക്ഷെ അവരൊന്നും നമ്മൾ അങ്ങനെ അറിയപ്പെടാറില്ല. കാരണം അവരുടെ അനുയായികൾ പിന്നീട് കൂടുതൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് അവര് അങ്ങനെ അവരെ കുറിച്ച് മറന്നു പോവുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ അവര് ചരിത്രത്തിൽ അങ്ങനെ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവര് ഈ മദ്ഹബുകൾ ഏതെങ്കിലും ഒന്നിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്തത്. ഇപ്പൊ ഔസാഇ ഇമാം, അതുപോലെ തന്നെ ലൈസ് ഇമാം ലൈസ്, അതുപോലെ തന്നെ സഈദ് ബിൻ മുസയ്യിബിന്റെ മദ്ഹബുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സുഫിയാനുമാർ, സുഫിയാൻ ബിൻ ഉയൈന, അതുപോലെ തന്നെ സുഫിയാൻ സൗരി എന്ന് പറയുന്ന 2 പ്രധാനപ്പെട്ട സുഫിയാനുമാർ എന്നല്ല, അങ്ങനെ തന്നെയാണ് അറിയപ്പെടുക. 2 സുഫിയാനുമാർ എന്നാണ് അവരെ കുറിച്ച് അറിയപ്പെടുക. ഇങ്ങനെയുള്ള കുറെ ആളുകളുടെ അഭിപ്രായങ്ങളും, അതുപോലെ തന്നെ ഇമാം തൊബിരി എന്ന് പറയുന്ന നമ്മുടെ മുഫസ്സിറായിട്ട് തഫ്സീർ എഴുതിയ ഒരാളായിട്ട് നമ്മൾ അറിയപ്പെടുന്ന മുഫസ്സിറായിട്ടുള്ള ഇമാം തൊബിരിന്റെ പേരിലും ഒരു മദ്ഹബ് നിലനിന്നിരുന്നു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ. പക്ഷെ അവര് യഥാർത്ഥത്തിൽ ആ ഒരു കാലത്തിന് ശേഷം അവരുടെ അനുയായികൾ കൂടുതൽ ഇല്ലാതായി എന്നുള്ളത്, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു മദ്ഹബിലേക്ക് ചേർക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവരുടെ പേരിൽ ആ ഒരു മദ്ഹബുകൾ നിലനിന്നിട്ടില്ല. പക്ഷെ 4 മദ്ഹബുകളാണ് പിന്നീട് യഥാർത്ഥത്തിൽ നിലനിന്നത്. ആ 4 മദ്ഹബുകൾ നമുക്ക് അറിയാവുന്നതാണ്. ഒന്നാമത്തത് ആദ്യത്തെ മദ്ഹബ് എന്ന് പറയുന്നത്, ആദ്യത്തെ രൂപപ്പെട്ട മദ്ഹബ് എന്നുള്ളത് ഹനഫി മദ്ഹബാണ്. ഇമാം അബു ഹനീഫയിലേക്കാണ് അത് ചേർക്കപ്പെടുന്നത്. അപ്പോൾ ഇമാം അബു ഹനീഫയില് ജനിച്ചത് ഹിജ്റ 80-ലാണ്. അദ്ദേഹം മരണപ്പെടുന്ന ഹിജ്റ 150-ലാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ ഒരു കൂഫ, ബസ്ര പോലുള്ള ബാഗ്ദാദിന്റെ മേഖലകളിലാണ് കൂടുതലും താമസിച്ചിട്ടുള്ളത്. അദ്ദേഹം ഹജ്ജ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മദീന, മക്ക മേഖലയിലൊക്കെ വന്നിട്ടുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ജീവിതം ഫുള്ള് ഈ ഒരു ബാഗ്ദാദ് മേഖലയിൽ, കൂഫ, ബസ്ര പോലുള്ള മേഖലകളിലാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന മദ്ഹബാണ് ഈ ഹനഫി മദ്ഹബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ഓരോ മദ്ഹബിനും വ്യത്യസ്തമായ ചില അടിത്തറകളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒരു സൂചന മാത്രം അവസാനം നൽകാം. കാരണം അത് വിശദമായി പഠിക്കുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഇപ്പൊ നമുക്ക് സാധ്യമാവാത്ത സംഗതി ആയതുകൊണ്ട് തന്നെ നമ്മളപ്പോൾ അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന മദ്ഹബാണ് ഹനഫി മദ്ഹബ് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ, മുസ്ലിങ്ങൾ
പിൻപറ്റുന്ന ഒരു മദ്ഹബായിട്ട് അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഈ ഹനഫി മദ്ഹബാണ്. ഇന്ത്യയിലും കൂടുതൽ അവരാണ്. കാരണം കേരളം അതുപോലെ തന്നെ വടക്കേൽ പോലുള്ള 2-3 സ്ഥലങ്ങൾ ഒഴികെയുള്ള മിക്കവാറും സ്ഥലങ്ങളിൽ ഹനഫി മദ്ഹബിനാണ് പിൻപറ്റുന്നത്. അതായത് സെലഫികളല്ലാത്ത എല്ലാവരും ഹനഫി മദ്ഹബിനാണ് പിൻപറ്റുന്നത് എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു സംഗതി. പിന്നെ രണ്ടാമത്തെ മദ്ഹബ് മാലിക്കി മദ്ഹബാണ്. അദ്ദേഹം ഹിജ്റ 90-ലാണ് ജനിക്കുന്നത്. അദ്ദേഹം 164 ഹിജ്റ 164-ലൊക്കെയാണ് മരണപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെട്ടുകൊണ്ടാണ് ഈ മാലിക്കി മദ്ഹബ് എന്ന് പറയുന്നത് രൂപപ്പെടുന്നത്. മാലിക്കി മദ്ഹബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മദീന കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ കൂടുതൽ പിന്നെ അദ്ദേഹത്തിന്റെ പഠനകാലവും അദ്ദേഹത്തിന്റെ പിന്നെ അധ്യാപന കാലവും ഒക്കെ ഉണ്ടായിട്ടുള്ളത് മദീന കേന്ദ്രീകരിച്ചാണ്. നേരത്തെ പറഞ്ഞ ഇമാം അബു ഹനീഫ താബികളിൽ നിന്നാണ് കാര്യമായി ദീൻ പഠിച്ചത്. അതുപോലെ തന്നെയാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു താബികളിൽ നിന്നാണ് കാര്യമായി ദീൻ പഠിച്ചത്. അതുപോലെ തന്നെ പിന്നെ അനസ് ബിൻ മാലിക്കിനെ പോലുള്ള ചില സ്വഹാബികളെ ഈ രണ്ട് ഇമാമാരും പിന്നെ അനസ് ബിൻ മാലിക്കിനെ പോലുള്ള ചില സ്വഹാബികളെ നേരിട്ട് കാണുകയും അവരിൽ നിന്ന് ഹദീസ് കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അഭിപ്രായമുണ്ട്. അപ്പോൾ അവരെന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ പിന്നെ ജീവിച്ച 2 ആളുകളാണ്. അതായത് താബികളുടെ കാലത്ത് എന്തായാലും താബികളിൽ നിന്ന് ദീന് പഠിച്ച ആളുകളായിട്ടാണ് ഈ 2 ഇമാമാരെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അവരുടെ അപ്പോൾ മാലിക് ഇമാമിന്റെ ആളുകൾ കൂടുതൽ മദീന കേന്ദ്രീകരിച്ച് അവിടെയാണ് ഉണ്ടായിരുന്നത്. മാലിക് ഇമാമിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മദീനക്കാരുടെ അമല്. കാരണം നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ കൂടുതൽ കാലം നിലനിന്ന ഒരു മേഖല കൂടിയാണ് മദീന എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മദീനക്കാരുടെ അമലുകൾ അദ്ദേഹം പിന്നെ ഖുർആനും സുന്നത്തിനും അതുപോലെ തന്നെ ഇജ്മാഉ സഹാബികൾ എല്ലാവരും യോജിച്ച് അഭിപ്രായപ്പെട്ടതും കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ശരീഅത്തിന്റെ ഫിഖിന്റെ സ്രോതസ്സായി അദ്ദേഹം മദീനക്കാരുടെ അമലിനെ എടുക്കാറുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു മദ്ഹബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു ഇമാം എന്ന് പറയുന്നത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഹിജ്റ 150-ലാണ് ജനിക്കുന്നത്. അദ്ദേഹം ജനിക്കുന്നത് ഗസയിലാണ്. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഓർക്കുന്ന ഗസയിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ അദ്ദേഹം പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം അദ്ദേഹം യാത്ര ചെയ്തത് അദ്ദേഹം വിദ്യാഭ്യാസം നേടാൻ വേണ്ടി അദ്ദേഹം ഇവിടെ മക്കയിലേക്ക് വരുന്നുണ്ട്. മക്കയിലേക്ക് വരുമ്പോൾ മക്കയിലും മദീനയിലും വെച്ചിട്ട് അദ്ദേഹം മദീനയിൽ വെച്ചിട്ട് അദ്ദേഹം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാവുന്നുണ്ട്. മാലിക് റളിയല്ലാഹു അൻഹു നിന്നാണ് അദ്ദേഹം കുറെ കാര്യങ്ങൾ പഠിച്ചത്. അതിനുശേഷം അദ്ദേഹം ബാഗ്ദാദിലേക്ക് പോവുകയാണ്. ബാഗ്ദാദിൽ നമ്മൾക്കറിയാവുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ബാഗ്ദാദിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഇമാമായിരുന്നു അബു ഹനീഫ എന്ന് പറയുന്നത്. അബു ഹനീഫയുടെ ശിഷ്യനായിട്ടുള്ള മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് കുറെ കാലം അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം അദ്ദേഹം ഇറാഖ് അതുപോലുള്ള ഇറാഖിന് ശേഷം ഈജിപ്ത് പോലുള്ള മേഖലകളിലൊക്കെ സഞ്ചരിച്ച് പിന്നെയും മദീനയിൽ വന്ന് അധ്യാപനമൊക്കെ നടത്തിയതിന് ശേഷം അദ്ദേഹം മരണപ്പെടുന്നത് ഈജിപ്തിൽ വെച്ചിട്ടാണ് എന്നുള്ളതാണ് ചരിത്രത്തിൽ കാണാൻ കഴിയുക. അപ്പോൾ ഷാഫി ഇമാമിന്റെ മദ്ഹബിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം മദ്ഹബിലുള്ള നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ കുറച്ച് ഈ കുടിയേറ്റ മേഖലയിലുള്ള ചില ആളുകളുള്ള മിക്കവാറും മേഖലയിൽ യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ വടക്കൽ പോലുള്ള ചില മേഖലകളിലും ഷാഫി മദ്ഹബാണ് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മലേഷ്യ അതുപോലെ തന്നെ അങ്ങനെയുള്ള ചില മേഖലകൾ, ഇന്തോനേഷ്യ പോലുള്ള മേഖലകളിൽ ചില സ്ഥലങ്ങളിലും ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഷാഫി മദ്ഹബുകളുണ്ട്. നമ്മുടെ തന്നെ ഈ തെക്കൻ കേരളത്തിൽ ചില ഭാഗങ്ങളിൽ ഹനഫി മദ്ഹബുകളുണ്ട് എന്നുള്ളത് പൊതുവെ കേരളത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു മദ്ഹബ് എന്നുള്ളത് ഷാഫി മദ്ഹബാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അവസാനത്തെ മദ്ഹബ് എന്ന് പറയുന്നത്, 4ാമത്തെ മദ്ഹബായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് ഇമാം ഹംബലി ഇമാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിലേക്ക് ചേർത്തുകൊണ്ട് ഹംബലി മദ്ഹബാണ്. അദ്ദേഹം ജനിക്കുന്നത് ഹിജ്റ 164-ലാണ്, മരിക്കുന്നത് 240-ന് ശേഷമാണ്. ഹിജ്റ 240-ന് ശേഷം അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഹദീസിലും അതുപോലെ തന്നെ ഫിഖ്ഹിലും പ്രധാനപ്പെട്ട ഇമാമാണ്. അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥമാണ് മുസ്നദ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മാലിക് റളിയല്ലാഹു അൻഹു ഇതുപോലെ തന്നെ ഹദീസിന്റെയും ഫിഖ്ഹിന്റെയും പ്രധാനപ്പെട്ട ഇമാമാണ്. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഗ്രന്ഥമാണ് മുവത്ത എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബലിലേക്ക് ചേർക്കപ്പെടുന്ന മദ്ഹബാണ് ഹംബലി മദ്ഹബ് എന്ന് പറയുന്നത്. ഹംബലി മദ്ഹബ് കുറച്ചുകൂടി ഇമാം അഹ്മദ് ബിൻ ഹംബൽ മുമ്പ് പറഞ്ഞ പോലെ ഷാഫി ഇമാമിന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനും കൂടിയാണ്. അതുപോലെ തന്നെ ബാക്കി അതുപോലെ തന്നെ ഈ ഇമാം അബു ഹനീഫയുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു അബു യൂസുഫ് എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അബു യൂസുഫിന്റെ ശിഷ്യനും കൂടിയാണ് യഥാർത്ഥത്തിൽ അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്നത്.
അപ്പോൾ അദ്ദേഹത്തിലേക്ക് ചേർക്കപ്പെടുന്ന മദ്ഹബാണ് ഹംബലി മദ്ഹബ് എന്ന് പറയുന്നത്. സലഫി മദ്ഹബ് ആയിട്ട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന മദ്ഹബ് കൂടിയാണ് അദ്ദേഹത്തിന്റെ മദ്ഹബ്. പ്രത്യേകിച്ച് പിന്നെ ഇമാം ഇബ്നു തൈമിയ അതുപോലുള്ള ആളുകളൊക്കെ ഹംബലി മദ്ഹബിലുള്ളവരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പിന്നെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുക. അപ്പൊ ഇത്രയും മദ്ഹബുകളാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇനി മദ്ഹബുകളെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം, ഇമാമാരെ ജസ്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു സംഗതിയാണ് ഞാനിപ്പോൾ ചെയ്തത്. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കണം. അപ്പൊ അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ള ഒരു സംഗതി എന്താ വെച്ചാൽ, ഇതിലെ പിന്നെ ഈ മദ്ഹബുകൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് നമുക്ക് പിന്നെ നമ്മൾ പലതരത്തിൽ ചരിത്രത്തിൽ അനുഭവിച്ചും പിന്നെ പഠിച്ചതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം മദീനയിൽ നിന്നാണ് പഠിച്ചത്. അദ്ദേഹം പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ബാഗ്ദാദിൽ പോയിട്ട് പിന്നെ ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യനായിട്ടുള്ള മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പിന്നെ ഇവിടുന്ന് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഇപ്പോൾ പിന്നെ കേരളത്തിൽ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഭിന്നതയായിട്ട് നമുക്ക് കാണാവുന്ന ഒരു സംഗതിയാണ് പിന്നെ സുബഹിക്കുള്ള സുബഹിക്ക് കുനൂത്ത് ഓതുക എന്നുള്ളത്. ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ എന്താണ് പിന്നെ വളരെ പ്രബലമായൊരു സുന്നത്താണ്. മാത്രമല്ല അത് ഒരാൾ മറന്നുപോയാൽ അയാൾ സഹവിന്റെ സുജൂദ് ചെയ്യണം എന്നുള്ളതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അധ്യാപനം. എന്നാൽ അങ്ങനെ അല്ലാത്ത അഭിപ്രായമാണ് ഇമാം അബൂ ഹനീഫക്കുള്ളത്. ഇമാം അബൂ ഹനീഫക്ക് അങ്ങനെ ഒരു സുന്നത്തില്ല എന്നുള്ള അഭിപ്രായമാണുള്ളത്. അങ്ങനെ അപ്പോൾ ഇമാം അബൂ ഹനീഫയുടെ നാടാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ ബാഗ്ദാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം സുബഹിക്ക് കുനൂത്ത് ഓതണം എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ മദീനയിൽ നിന്ന് പിന്നെ അദ്ദേഹം പഠിച്ചൊക്കെ ചെയ്യുന്നതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പിന്നെ ബാഗ്ദാദിൽ പോയി മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനിന്റെ നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ പഠിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് ഇമാമ് നിർത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ ഈ ഒരു പിന്നെ ഇമാം അബൂ ഹനീഫയോടുള്ള ഒരു ബഹുമാനാർത്ഥം അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അഭിപ്രായം എന്ത്, സുബഹിക്ക് കുനൂത്ത് ഓതണമെന്ന്, കുനൂത്ത് ഓതിയില്ലെങ്കിൽ സഹബിന്റെ സുജൂദ് ചെയ്യണമെന്ന്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഷെയ്ഖിനോടുള്ള ഒരു ബഹുമാനാർത്ഥം അദ്ദേഹത്തിന്റെ അഭിപ്രായം സ്വീകരിക്കുകയും അങ്ങനെ അദ്ദേഹം സുബഹിക്ക് കുനൂത്ത് ഓതാതിരിക്കുകയും ചെയ്തതാണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ ഒരു പിന്നെ ഇത് മദ്ഹബുകളുടെ ഒരു കാര്യം എന്നുള്ളത് പരസ്പരമുള്ള ഒരു സംഘടനത്തിന് വേണ്ടിയുള്ള ഒരു സംഗതിയല്ല. അത് യഥാർത്ഥത്തിൽ ദീനിന്റെ കാര്യത്തിൽ വലിയ വിശാലതയും അതുപോലെ തന്നെ വലിയ എളുപ്പവും നൽകുന്ന ഒരു സംഗതിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇത്തരം ഒരു സംഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇനി പക്ഷേ മദ്ഹബിനെ നമ്മൾ വളരെ സിമ്പിളായി കാണാനും പാടില്ല. കാരണം എന്താ വെച്ചാൽ മദ്ഹബ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ദീന് നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അള്ളാഹിന്റെ ഹാക്കിമിയത്ത് എങ്ങനെയാണ് ജീവിതത്തിൽ പുലരുക എന്നുള്ളതാണ് ഫിഖ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മദ്ഹബുകളിലൂടെ നമ്മൾ പഠിക്കുന്നത്. കാരണം മദ്ഹബ് ഏത് ഒരു മെത്തഡോളജി വെച്ചിട്ട് ആ ഒരു പ്രത്യേക മെത്തഡോളജിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അങ്ങനെ വ്യത്യസ്ത മദ്ഹബുകൾ ഇങ്ങനെ പിന്നെ പെറുക്കിയെടുത്താൽ വളരെ പ്രശ്നങ്ങൾ, നമ്മൾക്ക് കൃത്യമായ അറിവുകൾ ഇല്ലാന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനും സാധ്യതയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ക്ലാസ് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. കാരണം മദ്ഹബുകളോടുള്ള സമീപനം എന്നുള്ളത് നമ്മൾ വേറെ ക്ലാസ് തന്നെ അതിന് വേണ്ടി എടുക്കും. അപ്പൊ അതിൽ ആ ഒരു കാര്യം വരും. പിന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി വെച്ചാൽ മദ്ഹബുകളിൽ വന്ന എല്ലാ കാര്യങ്ങളും പലതരത്തിൽ ഹദീസിൽ വന്നതായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരു തരത്തിൽ ഹദീസിൽ വന്ന കാര്യങ്ങളാണ് മദ്ഹബിൽ വരിക. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണത്തെ നമ്മൾ കൈ കെട്ടുന്ന പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നമ്മൾ തെക്ബീറിൽ കൈ കെട്ടുന്നു. ആ കൈ കെട്ടുന്നത് പല രീതികളുണ്ട് അല്ലേ. ഇങ്ങനെ പിന്നെ പൂക്കളുടെ നേരെ ഇങ്ങനെ കൈ കെട്ടുന്നവരുണ്ട്, ഇങ്ങനെ കൈ കെട്ടുന്നവരുണ്ട്, ഇങ്ങനെ താഴെ ഇങ്ങനെ കൈ കെട്ടുന്നവരുണ്ട്, കൈ കെട്ടാത്തവരൊക്കെ ഉണ്ട്. അപ്പൊ ഈ 4 തരത്തിലും ഹദീസ് ഉണ്ട്. അപ്പൊ ആ ഹദീസിൽ ഏത് ഹദീസും എടുക്കാം എന്നുള്ളത് നമ്മൾ ഏത് മദ്ഹബിനെയാണോ പിൻപറ്റുന്നത് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ആ സലഫി മദ്ഹബിൽ പൊതുവെ അവർ നെഞ്ചത്താണ്. പിന്നെ കുറച്ചും കൂടി നമ്മളുടെ ഇവിടുത്തെ ഒരു സുന്നി മദ്ഹബിൽ പാരമ്പര്യം അനുസരിച്ച് ഷാഫി ഇമാമിന്റെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ ഇങ്ങനെയാണ് കൈകെട്ടുക. അപ്പൊ ഇങ്ങനെയൊക്കെ മാലിക് ഇമാമിന്റെ മദ്ഹബിൽ ഒരു കൗലിലാണ് കൈ കെട്ടാതിരിക്കുന്നത്, പിന്നെ താഴെ കൈ കെട്ടുന്നതും മാലിക് ഇമാമിന്റെ ഒരു കൗലനുസരിച്ചാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പിന്നെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയും കൈയ്യെട്ടാന്നല്ല. ഇപ്പൊ ഒരാൾ ഇങ്ങനെ കൈയ്യെട്ടുക അല്ലെ ഇങ്ങനെ കൈയ്യെട്ടത് ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത് പിന്നെ ഫിഖിന്റെ എല്ലാ ഫിഖിന്റെയും പുറത്താണ്. ഇപ്പൊ 4 മദ്ഹബുകളിൽ ഇതിനെപ്പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായത്, ഹദീസ് എന്നാണ് ഉണ്ടായത്. അപ്പൊ ആ ഹദീസിൽ ഏതെങ്കിലും ഒരു ഹദീസ് നമുക്ക് എടുക്കാനുള്ള ചോയ്സ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അതിനുള്ള വിശാലത ഇസ്ലാമിലുണ്ട്. പക്ഷേ നമ്മൾ ഇതിലൊന്നും ഇല്ലാത്ത ഒരു പുതിയൊരു കയ്യെട്ടൽ ഉണ്ടാക്കാനുള്ള ചോയ്സ് നമുക്കില്ല. അപ്പൊ നമ്മൾ പറയേണ്ടത് എന്താന്ന് വെച്ചാൽ എങ്ങനെയും കയ്യെട്ടിനെ കുറിച്ച് കുറെ അഭിപ്രായം ഉണ്ട്. അതുകൊണ്ട് എങ്ങനെയും കയ്യെട്ടാന്നല്ല നമ്മൾ പറയേണ്ടത്. കയ്യെട്ടിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം ഉണ്ട്, അതിലേതെങ്കിലും ഒന്ന് എടുക്കണം.
അതാണ് മദ്ഹബിനെ പിൻപറ്റുക എന്ന് പറഞ്ഞത്. അപ്പൊ മദ്ഹബിനോടുള്ള സമീപനം എന്നുള്ള ഇൻഷാ അല്ലാഹ് വേറെ ക്ലാസ് തന്നെ നമ്മൾ വിശദമായി തന്നെ പിന്നെ നമ്മളിവിടെ പഠിക്കും എന്നുള്ളതാണ് പിന്നെ ഉള്ളത്. അപ്പൊ അതിന് വേറെ തന്നെ ഒരു വിഷയം വരുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് അതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇനി വേറെ ചെറിയൊരു സംഭവം കൂടി നമ്മൾ ഫിഖുവുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ജീവിതത്തിനെ ബന്ധപ്പെടുത്തുന്ന തരത്തിൽ ഒരു ചെറിയൊരു സംഭവം ഇമാം അബു ഹനീഫയുടെ ഒരു ചെറിയൊരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇമാം അബു ഹനീഫ അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം വലിയൊരു മഹാനായ പണ്ഡിതനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പിന്നെ കച്ചവടക്കാരനായിരുന്നു, കൃഷിക്കാരനായിരുന്നു. ഇതിലൊക്കെ ഇടപെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് നടന്നൊരു സംഭവം ജസ്റ്റ് പറയുകയും അതിൽ നിന്നുള്ള ഒരു ഗുണപാഠം പറയുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയുന്നത്. അപ്പൊ അതില് ഒരിക്കൽ ഇമാം അബു ഹനീഫയും ശിഷ്യന്മാരും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാള് കൃഷി സ്ഥലത്ത് നിന്ന് ഓടി വന്ന് അങ്ങനെ അയാള് ഒതെടുത്തിട്ട് പൂർണ്ണമായും കാൽമൊന്നും ചളിയൊന്നും പോയിട്ടില്ല. അദ്ദേഹം പിന്നെ പള്ളിയിൽ കയറി നിസ്കരിക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ അദ്ദേഹത്തെ തടയാൻ നിന്നപ്പോൾ അബു ഹനീഫ പറഞ്ഞ തടയേണ്ട ആവശ്യമില്ല, അദ്ദേഹം നിസ്കരിക്കട്ടെ എന്ന്. അങ്ങനെ അദ്ദേഹം നിസ്കരിച്ച് പോയി. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇമാം അബു ഹനീഫ ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൃഷിസ്ഥലത്ത് നിന്ന് ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പൊ അദ്ദേഹം വളരെ സൂക്ഷ്മതയോടുകൂടി ഒതെടുത്ത് കാൽമത്തേക്ക് നഖത്തിൻ്റെ അടുത്തൊക്കെ ചളിയൊക്കെ കളഞ്ഞ് വളരെ സൂക്ഷ്മമായി പിന്നെ എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി വളരെ സൂക്ഷ്മമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ചളിയൊക്കെ കളയുന്നുണ്ട്. അപ്പോൾ പിന്നെ ശിഷ്യന്മാർ ചോദിച്ചു, അന്ന് നിങ്ങൾ അങ്ങനെയാണല്ലോ ചെയ്തത്, അയാളുടെ കാൽമൽ ചളി വരെ ബാക്കിയുണ്ടായിരുന്നു, പക്ഷെ അയാൾ നിസ്കരിക്കാൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഇത്രയും സൂക്ഷ്മതയോട് കൂടി ഇത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ ഇമാം അബു ഹനീഫ പറഞ്ഞു, ഹാദാ തഖ്വ ദാക ഫിഖ്ഹു വ ഹാദാ തഖ്വ എന്ന് പറഞ്ഞു. അത് ഫിഖ്ഹാണ്, ഇത് തഖ്വയാണ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമ്മുടെ വ്യക്തികൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിശാലത ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഫിഖ് എന്ന് പറയുന്നത്. തൈസീർ എന്നാണ് അതിനെക്കുറിച്ച് പറയാം. ഫിഖു തൈസീർ എന്നാണ് അതിനെക്കുറിച്ച് പറയാം. ഫിഖു തൈസീർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എളുപ്പം ഉണ്ടാക്കുന്ന ഫിഖ്, എളുപ്പം ഉണ്ടാക്കുന്ന കുറെ ഫിഖിന്റെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ വിധിയിലും ഉണ്ടാവും. എന്നാൽ ഫിഖു തഖ്വയും ഉണ്ടാവും. തഖ്വ എന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മതയോട് അടുത്തത് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ ഫിഖു തഖ്വി ഉണ്ടാവും, ഫിഖു തൈസീറും ഉണ്ടാവും. അപ്പൊ നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ നമ്മൾ എപ്പോഴും മുൻഗണന കൊടുക്കുന്നത് എന്തിനാണ്? ഇപ്പൊ ഈ ഇമാം അബു ഹനീഫയുടെ മാതൃകയിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം കാര്യത്തിൽ എപ്പോഴും നമ്മൾ തഖ്വക്കാണ് മുൻഗണന കൊടുക്കുക. ഏറ്റവും സൂക്ഷ്മമായ ഒരു കാര്യം എങ്ങനെ ചെയ്യാൻ പറ്റുമോ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതുപോലെ തന്നെ അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങൾ, ഖുർആനിൽ പഠിപ്പിച്ച കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് പലതരത്തിൽ അറിയാൻ കഴിയും. അപ്പൊ നമസ്കാരത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷ്മമായി ഒതുകൊടുക്കുക. അപ്പൊ ഏറ്റവും പൂർണ്ണതയോട് കൂടി ഒതുകൊടുക്കുക. ആ ഒതുകൊടുക്കുന്നതിന് ഏറ്റവും പൂർണ്ണത ഉണ്ടാവുക. ഇതാണ് നമ്മളുടെ കാര്യത്തിൽ നമ്മൾ പുലർത്തേണ്ടത്. എന്നാൽ വേറൊരാളെ കാര്യത്തിലോ, അയാളുടെ കാര്യത്തിൽ പരമാവധി വിശാലതയാണ്, അയാൾക്ക് തൈസീറാണ്, എളുപ്പമാണ് നമ്മൾ ഉണ്ടായി കൊടുക്കേണ്ടത്. അപ്പൊ അയാളുടെ പിന്നെ എന്തോ കയ്യൊക്കെ എന്തോ ഒരു കൈ ഇവിടെ നനഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനിങ്ങനെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ളതാണ് ഇമാം അബു ഹനീഫ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അയാൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാലുള്ള പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ അയാൾക്ക് ദീൻ തന്നെ മടുത്തു പോകും. കാരണം ദീന് പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു പിന്നെ മാന്യത ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ എന്താ അയാൾക്ക് ദീൻ തന്നെ മടുത്തു എന്നുള്ളതാണ്. ആ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടായ ഒരു സംഭവം നമുക്ക് അറിയാവുന്നതാണ്. ഒരു അറാബി വന്നിട്ട് പള്ളിയിൽ മൂത്രമൊഴിച്ചു, ബാലൽ അറാബി ഫിൽ മസ്ജിദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ ആ സംഭവത്തിൽ എന്താണ് ആളുകൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ നിന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രശ്നമാക്കണ്ട, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെള്ളം പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു. യസ്സിറു വല തുഅസ്സിറു, നിങ്ങൾ ആളുകൾക്ക് എളുപ്പമുണ്ടായി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, അവർക്ക് ഒരിക്കലും പ്രയാസം ഉണ്ടാക്കരുത്. ബഷിറു വലാ തുനഫിറു, നിങ്ങൾ ആളുകളെ സന്തോഷത്തോടു കൂടി സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയാണ് ചെയ്യേണ്ടത്. വലാ തുനഫിറു, അവരെ വെറുപ്പിച്ച് പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപനം. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു പിന്നെ ഇമാം അബു ഹനീഫയുടെ ഫിഖിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാ ഫിഖിന്റെ ഇമാമാരും പുലർത്തുന്ന ഒരു സംഗതിയാണ്. നമ്മളുടെ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും എന്താണ് ഏറ്റവും സൂക്ഷ്മത പുലർത്തുകയാണ് ചെയ്യേണ്ടത്. ഫിഖിന്റെ കാര്യത്തിൽ ഏറ്റവും സൂക്ഷ്മം പുലർത്തുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ ബാക്കിയുള്ളവരുടെ കാര്യത്തിലോ നമ്മൾ അവർക്ക് പരമാവധി ജീവിതത്തിന്റെ വിശാലത, അതായത് ഫിഖിന്റെയും ദീനിന്റെ ഒക്കെ വിശാലത അവർക്ക് ജീവിതത്തിൽ പുലർത്താനുള്ള അവസരം ഉണ്ടായി കൊടുക്കണം. അപ്പൊ ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ കാണുക. അപ്പൊ നമ്മള് പിന്നെ എന്താണ് ഫിഖ് എന്നുള്ളത്, അപ്പൊ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സംഗതി എന്താ വെച്ചാല് ബാക്കിയുള്ളവരുടെ മേത്ത് ആ ഫിഖിന്റെ സ്കെയില് വെച്ച് അവരിങ്ങനെ ഇസ്ലാമല്ല, ഇങ്ങനെ ഇസ്ലാമിന്റെ പുറത്താണ് എന്ന് പറയാനുള്ള, പുറത്താക്കാനുള്ള ഒരു ഉപാധിയല്ല യഥാർത്ഥത്തിൽ ഫിഖ് എന്ന് പറഞ്ഞാൽ. മറിച്ച് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി പുലർത്താനുള്ള ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ
അതിനുള്ള ഒരു വഴിയാണ് ഫിഖ് നമുക്ക് തരുന്നത്. അതാണ് മദ്ഹബുകൾ എന്ന് പറയുന്നത്. നമ്മളുടെ ഇമാമുമാർ, മഹാന്മാരായ ഇമാമുമാർ, നമുക്ക് സലഫു സ്വാലിഹികൾ, അതുപോലെ തന്നെ ഇമാമുമാരൊക്കെ നമുക്ക് കാണിച്ചു തന്നത് ഇതിനുള്ള മാതൃകയാണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുകയും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ വളരെ സൂക്ഷ്മമായി, വളരെ തഖ്വയോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പുലർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇമാമുമാരെ കുറിച്ചും മദ്ഹബുകളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു സന്ദേശം എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വിശാലത നൽകാനുള്ള ഒരു സംഗതി കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ മദ്ഹബുകൾ എന്ന് പറയുന്നത്. അതിനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി അവർക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടതുണ്ട്. ഈ ഒരു സംഗതി കൂടിയാണ് മദ്ഹബിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ഇതിന്റെ മദ്ഹബുകളോടുള്ള സമീപനം എന്നുള്ളത് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഒരു കൂടിയിരുത്തവും അതുപോലെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളുമെല്ലാം അള്ളാഹുവേ, ഞങ്ങൾ അറിവ് വളരെ കുറവുള്ളവരാണ്, അറിവ് നേടിക്കൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങളിൽ നിന്ന് വരുന്ന പിഴവുകൾ നീ പുറത്തു തരണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് ഈ അറിവ് ഉപകാരപ്പെടുന്ന അറിവാക്കി മാറ്റുകയും ജീവിതത്തിൽ പ്രാവർത്തികമാകുന്ന അറിവാക്കി മാറ്റുകയും ചെയ്യണേ നാഥ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പുറത്തു തരണേ നാഥ. ഈ ലോകത്ത് ധാരാളം പ്രതികരണങ്ങളും പരലോകത്ത് കണക്കില്ലാത്ത പ്രതിഫലവും നൽകി നീ ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെയും നീ സ്വീകരിക്കണേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم.